പരിണയം. എന്തുപറ്റി സർ? അവൾ ശബ്ദം അടക്കി പിടിച്ചുകൊണ്ട് അക്ഷയോട് കാര്യം ആരാഞ്ഞു. തന്നോട് ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ ഏത് ഫയലാണ് എടുക്കേണ്ടതെന്ന്. അതെ സർ, ഞാൻ കറക്റ്റ് ഫയൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആരോഹി ഓരോ വാക്കുകൾ പറയുന്നതനുസരിച്ച് അക്ഷയുടെ മുഖത്തെ ദേഷ്യം കൂടിക്കൂടി വന്നു. അക്ഷയ് ഹോസ്പിറ്റലിന്റെ ചെയർമാനോട് പെർമിഷൻ വാങ്ങിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. അവന് തൊട്ടു പിന്നാലെ തന്നെ ആരോഹിയും അവിടെ ഇരുന്ന മറ്റു കമ്പനിയെ റെപ്രസെന്റ് ചെയ്തു വന്ന ആളുകളെല്ലാവരും അവർ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് ശ്രദ്ധിച്ചിരുന്നു. പുറത്തെ കോറിഡോറിലേക്ക് ചെന്നതും അക്ഷയുടെ സ്വഭാവം ആകെപ്പാടെ മാറി. അവൻ ആരോഹിയെ പിടിച്ച് ഒളിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. തനിക്ക് തോന്നിയൊരെണ്ണം എടുത്തോണ്ട് ഇനി വരുവാണോ ചെയ്യേണ്ടത്? ഞാൻ വിളിച്ചു പറഞ്ഞത് ഇയാൾ ശ്രദ്ധിച്ചില്ലേ? ഇന്ന് നടക്കുന്നത് എത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീറ്റിംഗ് ആണെന്ന് തനിക്കറിയാമോ? സർ, സർ ആദ്യം ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ക്ഷമ കാണിക്ക്. നന്ദകിഷോറാണ് ഫയൽ എടുത്ത് പ്യൂണിന്റെ കയ്യിൽ കൊടുത്ത് ക്യാബിനിലേക്ക് വിട്ടത്. കൊള്ളാം ആരോഹി, നല്ല ന്യായം. ഒരാൾ ഒരു ഫയൽ കയ്യിലേക്ക് കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ആ ഫയലിനുള്ളിൽ എന്താണ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നതെന്ന് വായിച്ചു നോക്കാനുള്ള സാമാന്യ ബോധ്യം പോലും തനിക്കില്ലേ? പെട്ടെന്ന് അക്ഷയ് അത് ചോദിച്ചതും ഒരു നിമിഷം എന്ത് മറുപടി പറയണമെന്നറിയാതെ നിന്നുപോയി ആരോഹി. സത്യമാണ്, ആ ഫയൽ താനൊന്ന് തുറന്നു പോലും നോക്കിയില്ല. നേരെ അതിങ്ങ് എടുത്തുകൊണ്ട് പോന്നു. സർ, ഇനിയിപ്പോ എന്തു ചെയ്യും? ആരോഹി വല്ലായ്മയോടെ അക്ഷയെ നോക്കി ചോദിച്ചു. അത് എന്നോടാണ് ചോദിക്കേണ്ടത്. ഇനി എന്ത് ചെയ്യുന്നു? താനല്ലേ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. താൻ തന്നെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ആരോഹി ധർമ്മസങ്കടത്തിലായി. കാരണം ഇനി എന്ത് ചെയ്യണമെന്ന് ഒരു ഊഹം അവൾക്ക് ഉണ്ടായിരുന്നില്ല. ആ പ്രോജക്റ്റിന്റെ റിപ്പോർട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഡയാനയായിരുന്നു. മുൻപ് എപ്പോഴും അയച്ച ഒരു പ്രൊപ്പോസലാണിത്. ഇപ്പോഴാണ് അവർ മീറ്റിംഗ് അറേഞ്ച് ചെയ്തതെന്ന് മാത്രം. സർ, ഞാനിപ്പോ എന്ത് ചെയ്യാനാണ്? എനിക്ക് ഈ പ്രോജക്റ്റിനെ കുറിച്ച് യാതൊരു ഐഡിയയുമില്ല. ഇത് ഞാൻ വരും മുമ്പ് ഡയാന ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന വർക്കാണ്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ റെസ്പോൺസിബിലിറ്റി തീർന്നോ? അക്ഷയ് ദേഷ്യത്തോടെ ആരോഹിക്ക് അടുത്തേക്ക് ചെന്നതും അറിയാതെ രണ്ടടി പിന്നോട്ട് നീങ്ങിപ്പോയി അവൾ. നോക്ക് ആരോഹി, ഈ ടെൻഡർ നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഇതിന്റെ ബാക്കിയായിട്ട് വരാൻ പോകുന്ന എല്ലാ പ്രശ്നങ്ങളെയും ആരോഹി തന്നെ അഭിമുഖീകരിക്കേണ്ടി വരും. അതിൽ യാതൊരു തർക്കവുമില്ല. പെട്ടെന്ന് അക്ഷയ് അങ്ങനെ പറഞ്ഞതും അവിശ്വാസത്തോടെ അവനെ നോക്കിപ്പോയി ആരോഹി. പക്ഷെ സർ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, സത്യം. ആരോഹിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. പക്ഷെ അക്ഷയുടെ മുമ്പിൽ കരഞ്ഞു വിളിച്ചു നിന്ന് അവന്റെ സഹതാപം നേടിയെടുക്കുവാൻ ഒരുക്കമായിരുന്നില്ല അവൾ. സർ, എന്തായാലും ഇപ്പൊ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ എന്നെ കൊണ്ടാവില്ല. പക്ഷെ സാർ വിചാരിച്ച കാര്യങ്ങൾ അതിന്റെ രീതിക്ക് നടക്കും. സാറിന് ഓൾറെഡി ഈ പ്രോജക്റ്റിനെ കുറിച്ച് നല്ല നോളജ് ഉള്ളതാണ്. പ്രസന്റേഷൻ സാർ ചെയ്യാന്ന് തീരുമാനിച്ചതാണ്. സാർ അറിയാവുന്ന കാര്യങ്ങൾ പ്രസന്റ് ചെയ്ത ശേഷം. അത്രയും പറഞ്ഞ് പകപ്പോടെ അക്ഷയെ നോക്കി അവൾ. അക്ഷയുടെ ദേഷ്യം അതിന്റെ നെറുകയിലെത്തി നിൽക്കുമായിരുന്നു. പ്രസന്റ് ചെയ്ത ശേഷം? ബാക്കി കൂടി പറയൂ. ഈ ടെൻഡർ കമ്പനിക്ക് കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും? വിധിയാണെന്ന് കരുതി സമാധാനിക്കണോ ഞാന്? നീ ചെയ്ത ഈ മണ്ടത്തരം എന്റെ വിധിയാണെന്ന് കരുതി ഞാൻ സമാധാനിക്കണോ? അക്ഷയ് തലതും പോലെ ചോദിച്ചതും ആരോഹി പെട്ടെന്ന് ചുറ്റിനു നോക്കി. അവിടെ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. സർ, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? എന്നിട്ട് സാറ് കമ്പനി വന്ന ശേഷം CCTV ചെക്ക് ചെയ്യുവോ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. സത്യമായിട്ടും ഞാൻ ഈ ഫയൽ മനഃപൂർവ്വം മാറ്റിയതല്ല. ഏകദേശം 5 മിനിറ്റോളം സമയമായിരുന്നു അക്ഷയും ആരോഹിയും മീറ്റിംഗ് നടക്കുന്ന കോൺഫറൻസ് ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട്. അക്ഷയ് അതീവ ദേഷ്യത്തോടെ കോൺഫറൻസ് റൂമിലേക്ക് കയറിയതും പിന്നാലെ ആരോഹിയും ചെന്നു. ഒടുവിൽ അവരുടെ ടേണെത്തിയതും അക്ഷയ് അവന്റെ കയ്യിലിരുന്ന പെൻഡ്രൈവ് വെച്ച് അവരുടെ പ്രോജക്റ്റ് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി എന്താവും ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായം എന്നറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ് അവർ ഓരോരുത്തരും. ഹോസ്പിറ്റലിന്റെ ചെയർമാൻ സംസാരിച്ചു തുടങ്ങി. നിങ്ങൾ ഓരോരുത്തരും ഇവിടെ അവതരിപ്പിച്ച പ്രോജക്റ്റുകളെല്ലാം വളരെ വ്യത്യസ്തമേറിയതായിരുന്നു. അതിൽ ഇവിടെ വന്ന് കൂടിയിരിക്കുന്ന എല്ലാ കമ്പനി റെപ്രസെന്റേറ്റീവ്സിനെയും ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു പ്രോജക്റ്റ് മാത്രമേ ചൂസ് ചെയ്യാനാവൂ. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 3 പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അതിനാൽ ആ 3 പേരെയും വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇട്ട ശേഷം നിലവിലെ അവരുടെ പ്രോജക്റ്റ് പ്ലാനിൽ ഇനിയും മോഡിഫിക്കേഷൻ വരുത്തി വീണ്ടും ഒരു മീറ്റിംഗ് കൂടി കണ്ടക്ട് ചെയ്യാനാണ് ഞങ്ങളുടെ തീരുമാനം. അന്ന് ആ മീറ്റിംഗിൽ
ഏറ്റവും നന്നായി വർക്ക് ചെയ്യുന്നവരായിരിക്കും ഞങ്ങളുടെ ടെൻഡർ ഏറ്റെടുക്കുവാൻ പോകേണ്ടവർ. അക്ഷയ് അമർഷത്തോടെ ആരോഹിയെ നോക്കിയപ്പോഴേക്കും അവൾ മുഖം പൂഴ്ത്തി കുനിഞ്ഞിരുന്നു. ആരോഹി മൗനമായി പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെയെങ്കിലും വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള 3 കമ്പനിയിലൊന്ന് അക്ഷയുടേതായിരിക്കണേ എന്ന്. അങ്ങനെ അവർ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള കമ്പനികളുടെ പേര് അനൗൺസ് ചെയ്തു. ആദ്യത്തെ 2 കമ്പനി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആരോഹി അക്ഷയെ നോക്കി. അവൾക്ക് വല്ലാതെ ഉള്ളു പിടയ്ക്കുന്നുണ്ടായിരുന്നു. എന്നാൽ 3ാമത്തെ കമ്പനിയായി പറഞ്ഞത് അക്ഷയുടെ കമ്പനിയുടെ പേരാണ്. അതോടെ ആരോഹിക്ക് നേരിയ ആശ്വാസം തോന്നി. അവൾ ഇടം കണ്ണിട്ട് അക്ഷയെ നോക്കി. അവന്റെ മുഖത്താണെങ്കിലോ ദേഷ്യഭാവം തന്നെയായിരുന്നു അപ്പോഴും നിഴലിച്ചു നിന്നത്. എല്ലാവരും സെലക്റ്റഡായ കമ്പനികളെ കൺഗ്രാറ്റ്സ് ചെയ്തു. മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ടും അക്ഷയുടെ ദേഷ്യം മാറുന്നുണ്ടായിരുന്നില്ല. സമയം അപ്പോഴേക്കും ഏകദേശം 6 മണിയോട് അടുത്തിരുന്നു. പുറത്ത് ഇരുട്ട് പടർന്നിട്ടുണ്ടായിരുന്നു. അക്ഷയ് വിളിച്ചു പറഞ്ഞത് പ്രകാരം അവന്റെ ഡ്രൈവർ കാറുമായി എക്സിറ്റിലേക്ക് വന്നു. പരസ്പരം ഒന്നും മിണ്ടാതെയാണ് ആരോഹിയും അക്ഷയും കാറിലേക്ക് കയറിയത്. സർ, എവിടേക്കാണ് പോകേണ്ടത്? ആരോഹി ഒപ്പമുള്ളത് കൊണ്ടാണ് ഡ്രൈവർ അക്ഷയെ നോക്കി അങ്ങനെ ചോദിച്ചത്. അക്ഷയുടെ കണ്ണുകൾ ഒരു വേള ആരോഹിയിലേക്ക് നീണ്ടെങ്കിലും അവൻ പറഞ്ഞു നേരെ ഓഫീസിലേക്ക് പോകട്ടെ എന്ന്. ആരോഹിയാണെങ്കിൽ മറുത്തൊന്നും പറയാനും പോയില്ല. അല്ലെങ്കിൽ തന്നെ നല്ല ദേഷ്യത്തിലാണ് അക്ഷയ്. ഇനി അതിനൊപ്പം താൻ കൂടി എന്തേലും പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും. ഓഫീസിൽ എല്ലാവരും ഡ്യൂട്ടി കഴിഞ്ഞ് അവരവരുടെ വീടുകളിലേക്ക് മടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനിയും എന്തിനാണ് ഓഫീസിലേക്ക് തന്നെ തിരികെ പോകുന്നത്? ആരോഗ്യ ആലോചനയോടെ ഓർത്തു. അതേ സമയമായിരുന്നു അവളുടെ ഫോൺ റിങ് ചെയ്തത്. കോളിൽ മറ്റാരുമായിരുന്നില്ല, വസുതയായിരുന്നു. ഫോൺ എടുത്തവൾ ചെവിയോരം ചേർത്ത് വെച്ചു. ഹലോ അമ്മേ. എന്തുപറ്റി ആരോഹി? എന്താ നീ ഇത്രയും ലേറ്റ് ആവുന്നത്? അമ്മേ, അത് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ ഞാൻ വരാൻ അല്പം ലേറ്റ് ആകും. ആണോ? ശരി മോളെ, സൂക്ഷിച്ചു വാ. അതും പറഞ്ഞ് വസ്ത കോൾ കട്ട് ചെയ്തു. ആരോഹി ഫോണിൽ ആരോടൊക്കെയോ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടെങ്കിലും അക്ഷിക്കെന്തോ അവളെ അവളുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാനെന്ന് തോന്നിയില്ല. അവർ സഞ്ചരിച്ച കാറ് ഓഫീസിന്റെ ഫ്രണ്ടിലെത്തിയതും അക്ഷിത് ഇറങ്ങി. പിന്നാലെ തന്നെ ആരോഗ്യം. ധൃതിയും മുന്നോട്ട് നടക്കുന്ന അക്ഷിതനൊപ്പം ഓടിയെത്താൻ ആരോഗ്യ അല്പം ശ്രമപ്പെട്ടു. ദേഷ്യത്തിൽ ക്യാബിൻ ഡോർ തള്ളി തുറന്നു ഉള്ളിലേക്ക് കയറി പോവാണ് അക്ഷയ്. ആരോഹിക്ക് അവന്റെ ആ പെരുമാറ്റവും രീതികളുമൊക്കെ വല്ലാത്ത ഭയം തോന്നിപ്പിക്കുന്നുണ്ടായിരുന്നു. ധൃതിയിൽ അവന്റെ ചെയറിലേക്ക് ചെന്നിരുന്ന് സിസ്റ്റം ഓൺ ചെയ്ത് ആ സമയത്തെ CCTV വിഷ്വൽസ് ചെക്ക് ചെയ്യുവാണ് അക്ഷിത്. അതേസമയം ഉച്ച കഴിഞ്ഞ ശേഷം ഫയൽ റൂമിന്റെ ഭാഗത്തേക്ക് പോകുന്ന CCTV ക്യാമുകളെല്ലാം ഓഫായിരുന്നുവെന്ന് കണ്ടതും അക്ഷിതിൽ പലവിധ സംശയങ്ങൾ ഉദിച്ചു. അവന്റെ കണ്ണുകൾ ദേഷ്യത്തോടെ ആരോഹിക്ക് നേർക്ക് നീണ്ടു. അതോടെ അവന് മനസ്സിലായി ഫയൽ മനഃപൂർവ്വം മാറിയതല്ല, ആരോ മാറ്റിയതാണെന്ന്. ഇതിനു മുൻപ് ഓഫീസിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകാത്തത് കൊണ്ടും ആരോഹിയും താനും തമ്മിൽ മുൻപ് ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ടും അത് ആരോഹിയുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവാണോ എന്നവൻ സംശയിച്ചു. ആരോഹിയാണെങ്കിൽ അക്ഷിത് എന്താണ് ചെയ്യുന്നതെന്ന് പോലും അറിയാതിരിക്കുകയാണ്. ഏറെ നേരം സിസ്റ്റത്തിലേക്ക് മിഴിന്നിട്ടിരുന്ന അക്ഷിതിന്റെ മുഖത്തെ പാവങ്ങൾ ഓരോന്നും ഒപ്പിയെടുക്കുകയാണ് ആരോഹിയുടെ കണ്ണുകൾ. ഭയം കൊണ്ട് അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവളുടെ മിഴികൾ വാച്ചിലേക്ക് നീണ്ടു. സമയം 6:45 അടുത്തിരിക്കുന്നു. നീ കുറച്ച് കഷ്ടപ്പെട്ട് കാണുമല്ലോ കാര്യങ്ങളൊക്കെ ഈ വിധം കൊണ്ടെത്തിക്കാനായിട്ട്. പെട്ടെന്നുയർന്ന അക്ഷിതിന്റെ സ്വരം കേട്ടതും ആരോഗ്യ ഒരു ഞെട്ടലോടെ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. സാർ എന്താ ഉദ്ദേശിച്ചത്? അവളത് ചോദിച്ചു തീരും മുൻപേ തന്നെ അക്ഷിത് അവൾ കരികിലേക്ക് വന്നിരുന്നു. എങ്ങനെയാ ഉച്ച കഴിഞ്ഞ ശേഷം ഫയൽ റൂമിലേക്ക് പോകുന്ന ഭാഗത്തെ CCTV ക്യാമറകളെല്ലാം ഓഫായി? എന്റെ ഈ സിസ്റ്റത്തിൽ നിന്നല്ലാതെ മറ്റൊരു സിസ്റ്റത്തിൽ നിന്നും അതിന്റെ പ്രവർത്തനം നിയന്ത്രിക്കാൻ കഴിയില്ല. കാരണം സിസ്റ്റത്തെ മാത്രമേ അതൊക്കെ ലോഗിൻ ചെയ്തിട്ടുള്ളൂ. മറ്റൊരാൾക്കും ഇതിന്റെ പാസ്വേഡ് അറിയത്തുമില്ല. നിനക്കാണെങ്കിൽ എന്റെ ലാപ്പിന്റെ പാസ്വേഡും മറ്റ് ഡീറ്റെയിൽസും കൃത്യമായി അറിയാം. പറയൂ ആരോഹി, ഇതെങ്ങനെയാ സംഭവിച്ചത്? അക്ഷിത് അവൾക്കടുത്തേക്ക് നടന്നു വന്നപ്പോൾ ആരോഹി എന്ത് ചെയ്യണമെന്നറിയാതെ ചുറ്റും നോക്കി. പറ്റുമെങ്കിൽ സാർ എന്നെ ഒന്ന് വിശ്വസിക്ക്, ഞാനൊന്നും ചെയ്തിട്ടില്ല. കൊള്ളാം, നിന്റെ ഈ മെലോ ഡ്രാമ വിശ്വസിക്കണമല്ലേ ഞാന്? നോക്ക്, ഈ ഓഫീസിൽ വന്ന നാൾ തൊട്ട് നീ ഭയങ്കര ഇറസ്പോൺസിബിൾ ആയിട്ടായിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത്. അന്നൊക്കെ ഞാൻ കരുതിയത് അത് നിന്റെ പ്രായത്തിന്റെ പക്വതക്കുറവ് കൊണ്ടാണെന്നാണ്. പക്ഷെ ഇപ്പോഴെനിക്ക്
ഒരു കാര്യം മനസ്സിലായി. നീ എല്ലാം മനസ്സിൽ വെച്ചാണ് ഇത്രയും നാൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നതെന്ന്. അക്ഷിത നിർത്താതെ ആരോഹിക്ക് നേരെ ഓരോരോ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നു. ആരോഗ്യാണെങ്കിൽ താൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ അക്ഷയുടെ നാവിൽ നിന്ന് വീണ് കേട്ടതിന്റെ ഞെട്ടലിൽ നിൽക്കുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞപ്പോ ആരോഹിക്കും നല്ല രീതിയിൽ ദേഷ്യം വന്നു. നോക്ക് സർ, നിങ്ങൾ ആദ്യം എനിക്കെതിരെ സംസാരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനാണ് ചെയ്തത് എന്നതിന് വ്യക്തമായ തെളിവ് കൊണ്ടുവാ. അല്ലാതെ വെറുതെ നിങ്ങൾ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി എനിക്ക് നേരെ ആരോപണങ്ങൾ ഉന്നയിക്കാനാണ് ഉദ്ദേശമെങ്കിൽ. അതും പറഞ്ഞുകൊണ്ട് അക്ഷിക്ക് നേരെ കൈ ചൂണ്ടി താക്കീതോടെ നിർത്തിക്കളഞ്ഞു അവൾ. അതുകൂടി കണ്ടതോടെ അക്ഷിയുടെ ദേഷ്യം ഇരട്ടിച്ചു. നീ ആരടി എനിക്ക് നേരെ കൈ ചൂണ്ടാൻ? ഏ? കലിയോടെ അത് പറയുന്നതോടൊപ്പം തന്നെ അക്ഷി അവന് നേർക്ക് നീണ്ടുവന്ന ആരോഹിയുടെ വിരലിൽ പിടുത്തമിട്ടു. അവളുടെ വിരലിനെ ഞെരിച്ചുടയ്ക്കുന്നത് പോലെ അവന്റെ പിടുത്തം വന്നപ്പോ ആരോഹിക്ക് കൈ നല്ല രീതിയിൽ വേദനിച്ചു. വേദന കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. എന്റെ കൈ വിടടോ! ദേഷ്യം കൊണ്ട് ആരോഗ്യ അലറി. അവളുടെ ആ സംസാരം കേട്ടപ്പോ ഒട്ടും വിട്ടുകൊടുക്കാൻ ഉദ്ദേശമില്ലാത്ത പോലെ അക്ഷയ് അവളെ കുറച്ചുകൂടി ചേർത്ത് പിടിച്ചു. സർവശക്തിയുമെടുത്ത് കൈ വലിച്ചെടുത്ത് അവന് നേർ കാഞ്ഞു വീശി. അവളുടെ കരങ്ങൾ കൃത്യമായി അക്ഷയുടെ കവളിൽ പതിഞ്ഞു. പെട്ടെന്ന് തോന്നിയൊരു ഉൾപ്രേരണയുടെ പുറത്ത് പറ്റിപ്പോയതാണ്. ഒരു നിമിഷം ഇരുവരും സ്റ്റക്കായി പോയി. ആരോഗ്യാണെങ്കിൽ അവളുടെ കയ്യിലേക്കും അക്ഷയുടെ മുഖത്തേക്കും മാറി മാറി നോക്കുവാണ്. സോറി സർ. അത് പറയുമ്പോ അവളുടെ ശബ്ദം വിറച്ചു. അക്ഷിതാണെങ്കിൽ പ്രതീക്ഷിക്കാതെ കിട്ടിയ അടിയുടെ ആഘാതത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. ഔട്ട്, അവൻ പറഞ്ഞു. സർ, ഞാൻ ഗെറ്റ് ഔട്ട്. ആരോഗ്യം എന്തോ പറയാൻ തുടങ്ങിയതും പക്ഷി തലറിയതും ഒരുമിച്ചായിരുന്നു. ധൃതിയിൽ ടേബിളിന്റെ പുറത്തിരുന്ന ബാഗുമെടുത്ത് ആരോഹി അക്ഷയുടെ ക്യാബിൻ വിട്ട് പുറത്തേക്ക് നടന്നു. തുടരും.